ഖുർആനുമായിട്ട് ഒരാൾക്ക് നല്ല ബന്ധമുണ്ടായാൽ അയാൾ ഇസ്തിഖാമത്തിലായിരിക്കും. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ഒരാൾ ഇസ്തിഖാമത്തിൽ, ഇത്രയും ഫിത്നകളുള്ള കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് പറയുന്നു. ഇത്രയും ഫിത്നകളുണ്ട്, നമ്മളെ ഹറാമുകളിലേക്ക് നയിക്കാനുള്ള ഒരുപാട് മാർഗങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്, ദീനിൽ നിന്ന് തെറ്റിച്ചു കൊണ്ടുപോകാനുള്ള ഒരുപാട് മാർഗങ്ങളുണ്ട്. എന്തു ചെയ്യും? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും ഒന്നാമത്തെ ഉത്തരം ഒരാൾ ഖുർആനുമായി നന്നായി ബന്ധം വെക്കുക. നമ്മൾ അത് ചെയ്താൽ മതി. നമ്മളല്ലാതെ പേടിച്ചിരുന്നിട്ട് കാര്യമില്ല. ദീനിൽ തെറ്റിപ്പോകുമെന്ന് വെറുതെ പേടി കൊണ്ട് മാത്രം കാര്യമില്ല. അതിന് പണിയെടുക്കണം. എന്താണ് എടുക്കേണ്ടത്? ഖുർആനുമായിട്ട് നമ്മൾ ബന്ധപ്പെടുക, ഖുർആൻ ഓതുക, ഖുർആനിൻ്റെ ആശയങ്ങൾ പഠിക്കുക. ഖുർആനിൻ്റെ എല്ലാ രീതിയിലും നമ്മൾ കൃത്യമായി ഖുർആൻ പഠിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ദീനിൽ അടിയുറപ്പിച്ച് നിർത്തുമെന്നാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വഖാല അല്ലദീന കഫറു ലൗലാ നുസ്സില അലൈഹിൽ ഖുർആൻ ജുംലതൻ വാഹിദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇങ്ങനെ ഘട്ടം ഘട്ടമായി ഖുർആൻ വരുമ്പോൾ ഒരു ആദ്യ 5 ആയത്ത് നബി സല്ലല്ലാഹു ഓതി കൊടുക്കും. അപ്പോൾ മുശ്രിക്കുകൾ അത് കേൾക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഓതി കൊടുക്കും, അത് കേൾക്കുന്നുണ്ട്. അപ്പോൾ പരിഹസിച്ച് ചോദിച്ചാണ്, എന്തോ ഒന്നായിട്ട് അങ്ങ് ഇറക്കി കൊടുത്താൽ പോരെ, നിങ്ങൾ കുറച്ചായിട്ട് ഇങ്ങനെ ഇറക്കുന്നത് എന്താണെന്ന് പരിഹാസം കൊണ്ട് ചോദിച്ചാണ്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ശേഷക്കാർക്കുള്ളൊരു മറുപടി ആയിക്കൊണ്ട് പറഞ്ഞു, എന്തിനാണ്? കദാലിക ലിനുസബ്ബിത ബിഹി ഫുആദക വറത്തൽനാഹു തർത്തീല. നിന്റെ കൽബിനെ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഞാനിതാ നിനക്കതൊരു തർത്തീലായി പാരായണം ചെയ്തു തരികയാണ്, ഓതി തരികയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. അപ്പോൾ ഖുർആൻ അത് കൃത്യമായി നമ്മൾ ഓതണം. ഖുർആനിൻ്റെ ആശയങ്ങൾ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് നമ്മൾ ഇസ്തിഖാമത്തിൽ തുടരാൻ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഖുർആൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇൽമിൻ്റെ മജ്ലിസുകളിൽ നമ്മൾ പങ്കെടുക്കുക എന്നുള്ളതാണ്. ഇൽമിൻ്റെ മജ്ലിസുകൾ എന്താണ് ഇൽമിൻ്റെ മജ്ലിസുകൾക്ക് പ്രത്യേകത ലഭിക്കാനുള്ള കാര്യം എന്താണ്? കാരണം അത് ഖുർആനാണ് പഠിപ്പിക്കപ്പെടുന്നത്. ഏത് മജ്ലിസാണ് ഖുർആൻ പഠിപ്പിക്കാത്തതായിട്ടുണ്ടാവുക? ഇപ്പൊ തൗഹീദ് നമ്മൾ പഠിക്കുകയാണെങ്കിൽ അത് ഖുർആനിൻ്റെ മജ്ലിസ് തന്നെയാണ്. ഇൽമിൻ്റെ മജ്ലിസ് ഖുർആനിൻ്റെ മജ്ലിസാണ്. സുന്നത്ത് നമ്മൾ പഠിക്കുകയാണെങ്കിൽ അത് ഖുർആനിൻ്റെ മജ്ലിസാണ്. അതിൽ നിന്ന് ഒരാൾ അകന്നു പോകുന്നുണ്ടോ, തീർച്ചയായും ഇസ്തിഖാമത്തിന് വലിയ നിലക്ക് ബാധിക്കും. ഒരാൾ ഇൽമിൻ്റെ മജ്ലിസിൽ പങ്കെടുക്കാതെ, ഖുർആനുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ ശ്രദ്ധിക്കാതെ ഒരാൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ വഴി തെറ്റാനുള്ള വളരെയധികം സാധ്യതയുണ്ട്. തെറ്റിയ ആളുകൾ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ തന്നെ ഈമാൻ ചോർന്നു പോകാനുള്ള ഇസ്തിഖാമത്ത് നിന്ന് ഈമാൻ ചോർന്നു പോകുക എന്നാണ്, ഇസ്തിഖാമത്ത് കുറഞ്ഞു പോകുക എന്നാണ് അർത്ഥം. ഇസ്തിഖാമത്ത് ഒരു ദർജയല്ല, അതിങ്ങനെ കുറഞ്ഞ് ഇല്ലാതായി പോകും. അത് ഇല്ലാതായി ഇങ്ങനെ ചോർന്നു പോകും. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പരിശോധിച്ചാൽ ഖുർആനുമായിട്ടുള്ള നമ്മുടെ ബന്ധം കുറഞ്ഞതുകൊണ്ടാണ്. ഖുർആൻ ഓതുന്നതിൽ കുറവുണ്ടാകും, ഇസ്തിഖാമത്തിനെ ബാധിക്കുന്ന കാര്യം. അതുപോലെ ഖുർആനിൻ്റെ ആശയങ്ങളെക്കുറിച്ചൊരു അറിവുണ്ടാവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് നമ്മോട് പറയുന്നത്, ഈ ചരിത്രം എന്തിനാണ് പറഞ്ഞത്, ഈ രൂപത്തിലൊക്കെ അല്ലാഹു തആല ഖുർആനിൽ വ്യത്യസ്ത സൂറത്തുകളിൽ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അറിവില്ല. നമ്മൾ ഇസ്തിഖാമത്ത് നിന്ന് എപ്പോഴും തെറ്റിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്.